ബി പോസിറ്റീവിൽ ഇനി അവർ ഗസ്റ്റ്. തമിഴകത്തു നിന്നും വന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മാറിയ സംഗീത സംവിധായകനാണ് SP വെങ്കടേഷ്. 1984 സത്യനന്ദിക്കാടിൻ്റെ അപ്പുണ്ണി എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ട് മലയാളത്തിലെത്തിയ വെങ്കടേഷ് മലയാളത്തിൽ 30 വർഷം പൂർത്തിയാക്കുകയാണ്. SP വെങ്കടേഷ് എന്ന മലയാളി എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആ സംഗീതജ്ഞൻ്റെ 30 വർഷത്തെ മലയാള സിനിമയിലെ ജീവിതം, അതേക്കുറിച്ചാണ് ഇന്ന് പീപ്പിൾ TV ബി പോസിറ്റീവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം സംവിധായകനായ ശ്രീ രാജസേനൻ, ഒപ്പം തന്നെ ഗായകനായ ശ്രീ സുദീപ് എന്നിവർ ചേരുന്നുണ്ട് തത്സമയം. ശ്രീ രാജസേനൻ, ഒരു പക്ഷേ ശാന്തമീ രാത്രിയിൽ എന്ന് തുടങ്ങുന്ന ലഹരിയിൽ ഒരുപക്ഷെ സംഗീതം ലഹരിയാക്കിയ ആ പാട്ട്, അത് നമുക്ക് ആഘോഷിക്കാൻ തന്ന അതേ കലാകാരൻ്റെ ഹൃദയത്തിൽ നിന്ന് താമരക്കണ്ണൻ ഉറങ്ങണം എന്ന താരാട്ട് പാട്ട് കേട്ട് നമ്മൾ പോലും ഉറങ്ങുന്ന ആ ഒരു താരതമ്യപ്പെടുത്തലാകും SP വെങ്കടേഷ് എന്ന് പറയുന്ന വലിയൊരു കലാകാരനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ പല തലത്തിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള ഗാനങ്ങൾ SP വെങ്കടേഷിനെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ ചില ഇൻസ്ട്രുമെൻസിൻ്റെ മനോഹരമായ ചില മ്യൂസിക്കുകളാണ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഒന്ന്, ആദ്യമേ തന്നെ ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം പറയാം. എൻ്റെ കണി കാണും നേരം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് 86 അതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആ സ്നേഹം ഇപ്പോഴും അതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ഞങ്ങൾ തമ്മിലായിരിക്കും തോന്നുന്നു. 14 സിനിമയ്ക്കകത്ത് പശ്ചാത്തല സംഗീതം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 5 or 6 സിനിമ സംഗീതം ചെയ്തിട്ടുണ്ട്. അനിയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, അങ്ങനെ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് സൗഹൃദം, സ്നേഹം, ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും കളയത്തില്ല. ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം വിളിച്ചിരിക്കും, നിർബന്ധമായിട്ടും വിളിച്ചിരിക്കും, അല്ലെങ്കിൽ നമുക്കും വിളിക്കാൻ തോന്നും. കാരണം അതാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ അണ്ണാന്നാണ് വിളിക്കുന്നത്. മിക്കവാറും മലയാള സിനിമ എല്ലാവരും പുള്ളി അണ്ണാന്നാണ് വിളിക്കുന്നത്. പേര് വിളിക്കുന്നവർ ഒരു അണ്ണാന്ന് വിളിക്കാൻ തോന്നുന്നൊരു മുഖമാണ്. 2, അദ്ദേഹത്തിൻ്റെ കമ്പോസിങ്ങിൻ്റെ രീതി, ശൈലി. ഒരു സിനിമ പശ്ചാത്തല സംഗീതം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏത് നോട്ട്സും, ഇപ്പോൾ വയലിൻ നോട്ട്സ് ആയാലും ശരി, ഗിറ്റാർ ആയാലും ശരി, ഫ്ലൂട്ട് ആയാലും ശരി, വീണ ആയാലും ശരി, എന്തിനും ഒരു ഹാർമോണിയം അല്ലെങ്കിൽ ഒരു ഗിറ്റാർ ശ്രുതി പോലും പുള്ളിക്ക് വേണ്ട. സ്വരം അങ്ങനെ ഈ കൺസോളിലിരുന്ന് പറഞ്ഞു കൊടുക്കണം. സ്വരം അകത്ത് പോലും പോകേണ്ട ആവശ്യമില്ല. സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ ഡയറക്ടറുമായിട്ടിരുന്ന് മാർക്ക് ചെയ്യും. അത് പുള്ളിക്ക് നിർബന്ധമാണ് പശ്ചാത്തല സംഗീതത്തിൽ. ഡയറക്ടറുമായിട്ടിരുന്ന് സീക്വൻസ് മാർക്ക് ചെയ്തിട്ട് പിന്നെ സ്റ്റുഡിയോയിലിരുന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് കമ്പോസ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ കമ്പോസ് ചെയ്യുന്നത് ഞാൻ പിന്നെ ഇളയരാജ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ടച്ച് ചെയ്യാതെ ഇങ്ങനെ സ്വരം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ ഏത് രാഗത്തിലായാലും ഏത് ശ്രുതിയിലായാലും ബ്ലൈൻഡായിട്ടിരുന്നുകൊണ്ട് വയലിൻ്റെ നോട്ട്സൊക്കെ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വയലിന് എപ്പോഴും പാർട്സ് വരും. അപ്പോൾ പാർട്സൊക്കെ പുള്ളി മനസ്സിലിങ്ങനെ ഒരു ശ്രുതി വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അണ്ണനെ പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും മുഴുവൻ സംഗീതം എന്നാണ്. ഇപ്പം മലയാള സിനിമ എന്നല്ല, എവിടുന്നും പുള്ളി ഒരാൾക്കേ അങ്ങനെ പറ്റൂ. ഒരാൾക്ക് പറ്റത്തുള്ളൂ. മാത്രമല്ല അദ്ദേഹം എവിടുന്നും ഔട്ടാവത്തില്ല. കാരണം സംഗീതത്തിൽ നിന്ന് SP വെങ്കടേഷിനെ ഔട്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അദ്ദേഹം ബംഗാളിയിൽ തിരക്കാണ്. ഇപ്പോൾ ബംഗാളി സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ബംഗാളിയിൽ റീ റെക്കോർഡിങ് മാത്രം ചെയ്തു തുടങ്ങി, ഇപ്പോൾ മ്യൂസിക്കും ചെയ്യുന്നുണ്ട്. ഈ അടുത്താലത്ത് ഞാൻ സംസാരിച്ച പുള്ളി ആരോടോ ഫോണിൽ ബംഗാളിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ ഇടയ്ക്ക് കന്നഡത്തിൽ ഭയങ്കര ബിസിയായിരുന്നു. ഇപ്പോൾ ബംഗാൾ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണെങ്കിൽ അണ്ണൻ ഇന്ത്യക്കകത്തുള്ള എല്ലാ ഭാഷയും പഠിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മളിപ്പം ടെലിഫോണിലായാലും ശ്രീ SP വെങ്കടേഷ് ചേരുന്നുണ്ട്. സർ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ 30 വർഷത്തെ മനോഹരമായ താങ്കളുടെ സംഗീതത്തെക്കുറിച്ചായിരുന്നു. എങ്ങനെയാണ് മലയാള സിനിമയിലെ താങ്കളുടെ പാട്ടുകളെക്കുറിച്ച് തന്നെ മലയാളികൾ അത് വീണ്ടും പാടുന്നു, അത് കേൾക്കുന്നു, അപ്പോഴെങ്ങനെയാണ് ആ സന്തോഷം പങ്കുവയ്ക്കുന്നത്? തമിഴ് സംസാരിക്കാമോ? തീർച്ചയായും. எனக்கு ஈஸியாகும். நமஸ்காரம். இல்லை, அது டியூன் எல்லாருக்கும் பிடிக்குதுன்றது நம்ம கடவுளை நினைச்சு நம்ம கிட்டாரை தொடும். இந்த டியூன் தான் செய்யணும்னு இப்ப டைரக்டருக்கு ஒரு டிஸ்கஷன், ஒரு சிச்சுவேஷன் பறையும் போது நம்மளுக்கு அந்த சிச்சுவேஷன் எப்படி வரணுன்றது நம்மளுக்கு கொடுக்கறது எல்லாம் கடவுள் தான். நான் செய்யறேன்னு சொல்றது தப்பு. நான் ஒன்லி ஒரு ஒர்க்கர். ஏன்னா நான் ஒரு படம் பிக்சர் சாங் இருக்காரு செய்ததுக்கு அப்புறம் அந்த பிக்சர் பினிஷ் ஆனா அதுக்கப்புறம் அந்த சாங் நான் திருப்பியும் கேட்க மாட்டேன்.
அப்புறம் நெக்ஸ்ட் சாங் அப்படியே போயின்னு இருப்பேன். எனக்கு என்னன்னா எனக்கு ஒரு ரொம்ப சந்தோஷம் என்னன்னா, நான் ஒரு தமிழ் ஆளா இருந்தா கூட எனக்கு இன்னைக்கு நான் மலையாளத்து கேரளா மண்ணில் பிறந்தா நான் நினைக்கிறேன். ஏன்னா எனக்கு அந்த கேரளாவுடைய டைரக்டர்ஸ், ரசிகர்கள் எல்லாம் எனக்கு எவ்வளவு உறுதுணையாக இருந்திருக்கிறாங்கன்னு எனக்கு இப்ப நினைக்கும் போது ரொம்ப സന്തോഷமா இருக்கு. ഞങ്ങൾ മലയാളികളും അങ്ങനെ തന്നെ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. താങ്കളുടെ ഒരു വലിയ പ്രത്യേകത പറഞ്ഞു കേട്ടിട്ടുള്ളത്, വളരെ പെട്ടെന്ന് തന്നെ ഒരു സംവിധായകൻ ആവശ്യപ്പെടുന്ന ആ ഒരു കൂട്ടം ഗാനങ്ങൾ അങ്ങ് തയ്യാറാക്കി കൊടുക്കുന്നു എന്നൊക്കെയാണ്. ഇത്തരത്തിൽ அதமா நான் முன்பே പറഞ്ഞேன் இல்லையா, இது எல்லாம் வந்து பிளான் போடுறதெல்லாம் கடவுள் தான், நம்ம ஒன்லி ஒர்க்கர். ஏன்னா ஒரு டைரக்டர் வந்து ஒரு டேஸ்ட், அந்த டேஸ்ட் வந்து, ஆனா என்னுடைய முயற்சி என்னன்னா அவங்களுக்கு ஒரு டைரக்டர் என்ன டேஸ்ட்னு ஃபர்ஸ்ட் நம்ம புரிஞ்சுக்கணும். ஒரு மியூசிக் டைரக்டர்ன்றது வந்து சாதாரண மேட்டர் கிடையாது. അങ്ങനെ മലയാളത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? எல்லா சாங்குமே எனக்கு பார்க்கும்போது எப்படி வந்ததுன்னு எனக்கே தெரியல. இப்போ இப்ப வந்து நம்ம டென்னி சார் கூட உட்காரும் போது அவரு டிஃபரன்ஸ், அதே போல ராஜேஷேனன் சார் உட்காரும் போது, அவர் கூட உட்காரும் போது எனக்கு ராஜேஷேனன் சார் சில டைரக்டர்லாம் எனக்கு ரொம்ப பிடிக்கும். எப்படின்னா அவங்களாம் வந்து ஒரு கொஞ்சம் அந்த ராஜேஷேனன் சார் இப்ப நம்மோடொപ്പം ഉണ്ട്. ശ്രീ വെങ്കടേഷ് அண்ணா வணக்கம். வணக்கம் அண்ணா. சார் என்ன சார் நீங்க எப்படி நல்லா இருக்கிறீங்களாண்ணே? அண்ணா கன்கிராட்ஸ், 30 வருஷம் நீங்க கம்ப்ளீட் பண்றீங்க, அதனால ரொம்ப சந்தோஷம் அண்ணா. அது இல்லைண்ணா, எனக்கே தெரியல. ஆக்சுவலா வந்து நம்ம மலையாள ஃபீல்டுக்கு என்ட்ரி ஆகி 30 வருஷம்ன்றது நேற்று அபிலாஷ் நீங்களாம் சொல்லிதான் எனக்கு இப்ப தெரியுது. இப்போ நான் உங்களை பத்தி சொன்னேன், உங்களுக்கு எல்லா லாங்குவேஜும் வரும், ஆனா மலையாளம் மட்டும் வர மாட்டேங்குது, என்ன பண்றது? இல்லண்ணே, மலையாளம் பேசுறது பயமா இருக்கு. எப்படின்னா தடமாறிடுது. அதுல ரொம்ப தமாசெல்லாம் நம்ம நடந்திருக்குல்ல கம்போசிங் டைம்ல மலையாளத்தை வச்சுட்டு. இல்லண்ணே, இப்ப நீங்க எனக்கு மலையாளம் கம்பெனி புரியுது. நம்மளும் பேசணும் வரும்போது நம்ம என்ன பண்றோம், மலையாளம் பண்ணிட்டு தடான கன்னட படம் போயிடுறோம். கன்னட படம் போகும்போது தமிழ் படம் போனோம் பெங்காலி, ஒரிசா, இப்படி எல்லாம் லாங்குவேஜ் ஒரு கன்ஃபியூஸ். இப்போ ஒரு மலையாளத்தை, ஆனா மலையாளம் கம்பெனி புரியாம நம்ம வேலை செய்ய முடியாது இல்லைங்களாண்ணே? கண்டிப்பா. இப்ப மலையாளம் இப்ப உங்க கூட உட்காந்து நான் வேலை செய்யும் போதெல்லாம் அது எவ்வளவு இன்வால்மெண்டா டியூன் வருதுன்னு எனக்கே தெரியாது. അതെല്ലാം കടവുൾ കൊടുക്കുന്ന അരുൾ தான். പക്ഷേ ശ്രീ വെങ്കടേഷ് സാർ, ഏത് ലാംഗ്വേജ് ആയാലും താങ്കൾ ചെയ്യുന്ന ഗാനങ്ങളെല്ലാം ഹിറ്റ് ആവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗാളിയിലൊക്കെ തന്നെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങളാണ് ഇപ്പോഴുള്ളതെന്നാണ് കേൾക്കുന്നത്. അത് ഹിറ്റാവുന്നത് അത് சொல்லணுமா, எந்த ஒரு தொழிலையும் ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിന് ഭാഷ എന്ന് പറയുന്നത് സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. അതിനൊക്കെ അതീതമാണ് സംഗീതം എന്നുള്ളതാണോ? കറക്റ്റ് നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. ഇപ്പോൾ ഏതൊക്കെ വർക്കുകളാണ് നടക്കുന്നത്? ഇപ്പോൾ ബംഗാളിയിലാണ്. ഇപ്പൊ ബംഗാളി ഒരു തമിഴ് പിക്ചർ 2 പിക്ചർ ചെയ്യണം. தமிழ் பிக்சருக்கு டியூன் கம்போசிங் போய் ரெக்கார்டிங் போயிட்டு இருக்குது. இப்போ எங்கனாவது ஒரு லாங்குவேஜ் எங்கனாவது ஒரு ஜோலி கிட்டே இருக்குது, எந்த பிரச்சனையும் இல்லை. 30 வருஷம் ஆகின்றது இன்னும் சந்தோஷம். ஆனா மலையாளம் என்னுடைய லைஃப்ல நெக்ஸ்ட் பிறவி வந்தாலும் மலையாளத்திலேயே நான் பிறக்கணும்னு ஒரு ஆசை. ஆமா, ஏன்னா எனக்கு அவார்டு வாங்கி கொடுத்ததோ, எனக்கு பேரு வாங்கி கொடுத்ததோ. ஏன்னா நான் கன்னட படம் வந்து 81லயே நான் வந்துட்டு மியூசிக் டைரக்டர் ஆயிட்டேன். 81ல இருந்தாலும் இது எனக்கு இவ்வளவு உறுதுணையா இருந்தது வந்து கேரளா டைரக்டர்ஸ், ப்ரொடியூசர்ஸ், அந்த ரசிகர் தான். இன்னைக்கு இந்த அளவு எனக்கு அவார்டு வாங்கி கொடுத்து ஒரு பேரு எஸ்பி வெங்கடேஷ்ன்றது ஒரு நேம உருவாக்குறது கேரளா தான். நான் அதனாலதான் சொல்றேன், இன்னும் கூட எனக்கு வந்து இப்போ நான் வந்து இன்னும் நான் படிக்கிறா போலதான் மியூசிக்ல நான் நினைக்கிறேன். இன்னும் புதுசா பண்ணணும், இன்னும் புதுசா பண்ணணும். எப்ப பார்த்தா நான் ராஜசேனன் സാർക്ക് ഫോൺ பண்ணுவேன். ഒരുപാട് പാട്ടുകൾ ഓർമ്മ വരുമെന്ന് പറഞ്ഞാലും രാജസേനൻ സാർ കൂടി നമ്മുടെ ഒപ്പം ഉണ്ട്. സാറിന്റെ സിനിമയിലെ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? സാറുடைய படத்து பாட்டு எல்லாமே எனக்கு ஹிட் தான். அது ஆக்சுவலா சாருடைய படத்துக்கு நான் ஃபர்ஸ்ட் ரீ ரெக்கார்டிங் தான் ஒர்க் பண்ண போனேன். 86ல கண்ணுராஜ மாஸ்டர் சார் மியூசிக்கு நான் வந்து ரீ ரெக்கார்டிங். அப்ப ராஜசேனன் சார் பார்த்து என்னுடைய அப்பதான் எனக்கு அவர் அடுத்த படம் அவர் கொடுத்தாரு. ராஜசேனன் கூட எனக்கு ராஜசேனன் சார் கூட வேலை செய்யும் போது எனக்கு ரொம்ப ஃப்ளோவா போயிடும் ஒர்க்கு. ஏன்னா அவருக்கு வந்து எல்லாம் மியூசிக் நாலேஜ் அவருக்கு எல்லாமே இருக்குது.
அவருக்கு வந்து கர்நாடக அந்த சங்கீதம் என்ன ராகம் எல்லாமே தெரியத்தால എനിക്ക് என்னன்னா അവരാന്റെ വർക്ക് பண்ணும்போது എനിക്ക് ഇന്ന് ரொம்ப ഫ്ലോവാ വർക്കിംഗ് പോയി. അതാണ് ഒരുപക്ഷെ താങ്കളുടെ ഒരു വലിയ ലക്കും അതായിരിക്കും തോന്നുന്നു. നല്ല ഗാനരചയിതാക്കള് ഒപ്പം തന്നെ നല്ല സംവിധായകര് ഈ ഒരു നല്ല കോമ്പിനേഷൻ കൂടിയാണോ താങ്കളുടെ ഈ പാട്ടുകൾ? ഇപ്പൊ രാജാവിന്റെ ഫസ്റ്റ് പിക്ചറിലേ தம்பிகண்ணந்தானம் டென்னி ஜோசப் அதே போல டென்னி ஜோசப் கூடிய காம்பினேஷன்ல நான் பண்ண படங்க எல்லாமே ஹிட். அதே போல ராஜசேனன் சார் படத்துடைய எல்லாமே அவருக்கு எல்லாருமே பிடிக்கும். മലയാളി പ്രേക്ഷകർ ராஜசேனன் சார் அப்படியே உன்னிப்பா கவனிக்கும். நம்ம என்ன டியூன் செய்யறோம், இந்த டியூன் கரெக்ட்னா அன்னைக்கு ஓகே அப்படின்ட்டுவாரு. ஒன்ஸ் டிசைட் பண்ணிட்டாருன்னா அதுக்கப்புறம் அவர் മാറാൻ മാட்டார். മലയാളികളെല്ലാം കാത്തിരിക്കുകയാണ് നല്ലൊരു തിരിച്ചുവരവിനായിട്ട്. എന്താണ് പ്രേക്ഷകരായിട്ട് പറയാനുള്ളത്? நீங்க கொடுத்தா நான் இப்போ செய்ய தயார். ஆனா இப்ப என்ன தெரியுங்களா, இன்னைக்கு வந்து இவ்வளவு வருஷமும் நான் எஸ்பி வெங்கடேஷ் நிக்கிறது எல்லா லாங்குவேஜ் நிக்கிறது காரணம் என்னன்னா இன்னைக்கு ஒரு ட்ரெண்ட் மாறுது. இந்த ட்ரெண்டுக்கு நான் போயிடுறேன். இப்போ ஈ காலம் வர அகாலம் இப்போ அது ஒரு சாங் செய்யும்போது மாணிக்க குயிலே நீ அங்க செய்யும் போது இப்ப ஸ்டைலுக்கு அதே டியூன்ல ரிதம்ஸ் சேஞ்ச், சவுண்டிங் சேஞ்ச். ഈ യൂത്ത് என்ன വേണം അതുപോലെ ഞാൻ செஞ்சிடுறேன். തീർച്ചയായും അങ്ങനെ താങ്കൾ വന്ന ഒരു സോങ് ചെയ്താൽ അതായിരിക്കും ട്രെൻഡ്, ഉറപ്പ് പറയുന്ന ഒരു മലയാളി എന്നത്. இல்லம்மா கண்டிப்பா எனக்கு ரொம்ப சந்தோஷம். என்னம்மா எவ்வளவு அபிதாபில இருந்து சவுதியில இருந்து எத்தனையோ ரசிகர்கள் எனக்கு போன் பண்ணி எனக்கே தெரியாம பேஸ்புக்ல எவ்வளவு ரசிகர்கள் இருக்கிறாங்க. எனக்கு இந்த பேஸ்புக் எதுவுமே நான் பாக்குறேன், எல்லாம் பார்த்து நிறைய பேர் பேசுறாங்க. எனக்கு ஏன் சார் மலையாளம் பண்ணல, ஏன் மலையாளம் என்ன பண்ணல, கண்டிப்பா வரும். ஏன்னா நம்ம பண்ண மாட்டேன்னு சொல்றதுல என்னைக்குமே மலையாளத்துல என்ன கூப்பிட்டானு எனி ടൈം ഐ ആം വർക്കിംഗ്. തീർച്ചയായും വളരെ നന്ദി ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന് ശ്രീ SP വെങ്കടേഷ്.